കുടുംബമൊക്കെ നന്നായി പോകുന്നില്ലേ? കുടുംബം മാത്രമല്ല, കുടുംബവിളക്കും പോയി സാറേ. സാറ് പറഞ്ഞിട്ടാ ഞാൻ അവളെ യോഗക്ക് വിട്ടത്. അവളെ യോഗമാഷൊപ്പം പോയി സാറേ. അത് നിനക്ക് യോഗമില്ലാത്തോണ്ട്. ഇനി എന്താ അന്വേഷിക്കാനാണ് സാറേ? അവരിപ്പോ ആസനത്തിലായിരിക്കും. ആസന? എന്താസനം? യോഗാസനം. അയാളെ ഫോട്ടോ എല്ലാം കയ്യിലുണ്ടോ? ഉണ്ട് സാറേ. എവിടെ നോക്കട്ടെ. ഇതെന്നാ തലയും കുത്തി നിൽക്കുന്നത്? ഇതെന്നടാ QR കോഡോ? സാറേ, അവള് പോയ ടെൻഷനിൽ ഞാൻ അങ്ങനെ ഞെരുക്കിയതാണ്. ഈ ഞെരുക്ക് നീ നേരത്തെ ഞെരുക്കിയായിരുന്നെങ്കിൽ അവൾ അവൻ്റെ കൂടെ പോവായിരുന്നു. ആണ്ട സാറേ, നോക്കുമ്പോ പെടലി വിളിക്കരുത്, അവൻ ശീർഷാസനത്തിലാണ്. എന്ത്? ഞങ്ങൾ അന്വേഷിക്കാം, താനങ്ങ് പൊയ്ക്കോ. ശരി സാർ. അപ്പോ ചിഞ്ചുറാനിക്കെതിരെ ഒരു വധഭീഷണി ഉണ്ട്. നമ്മൾ അവർക്ക് കുറച്ച് ദിവസം പ്രൊട്ടക്ഷൻ കൊടുക്കണം. താനോട് ഒന്ന് പോ സാർ. ഇപ്പോൾ പാളയം ഡ്യൂട്ടിക്ക് പോകണ്ടേ? ഒരു ചേഞ്ച് ആയിക്കോട്ടെ, നിങ്ങൾ പൊയ്ക്കോ. ശരി സാർ. കൂടെ വനിതാ പോലീസും ഉണ്ടല്ലോ അല്ലേ സാറേ? രണ്ടും നല്ല ഐശ്വര്യമുള്ള കൈയാണ്. ഞാൻ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. കല്യാണത്തിന് ശേഷം കാണാൻ പറ്റാത്തതെല്ലാം കാണും. ഞാൻ ഉദ്ദേശിച്ചത് കുളു, മണാലി, വാഗാഗേറ്റ്, ഈ ഊട്ടി, കൊടൈക്കനാലൊക്കെ പോയിട്ടുണ്ടോ? ഈ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുമെന്നാണ് ഈ രേഖ പറയുന്നത്. ഇന്ന് നമ്മൾ ചിരിച്ചു മരിക്കും. ആ ഡോറ് ശരിക്കൊന്ന് അടച്ചോ, അല്ലെങ്കിൽ ശരിക്കും കരഞ്ഞാലും ചാകും. താൻ തന്റെ വളയം കറക്കിയാൽ മതി കേട്ടോ, എന്റെ വളയത്തിലിട്ട് കറക്കാൻ വരണ്ട. നമുക്ക് തുടരാം. നീ അടുത്ത കൈ കാണിക്കും. ചന്ദ്രൻ സാറേ, ഇവിടെ നല്ല കിടുക്കൻ കവട്ട കിട്ടും. കൗട്ടയോ? വാറ്റ് വാറ്റ്. ആവട്ടെ വിചാരല്ലേ ഉള്ളൂ. നമുക്കിവിടെ അടിച്ചു പൊളിക്കണം. പിന്നെ നമ്മളിവിടെ ടൂർ വന്നല്ലേ, പ്രൊട്ടക്ഷൻ വന്നാ കൂറ്റാത്ത പോലെ. വരൂ സർ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? അതാണല്ലോ ഞങ്ങളുടെ ജോലി. ആ ചെയർ ഞാൻ എടുക്കാൻ ചെഞ്ചു, ചെയർ ഞാൻ എടുക്കാം. സാറേ സാറേ ഇരിക്കും സാറേ, ഇങ്ങോട്ടിരിക്കുക. കവയ്ക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. കസേര ടൈൽസിൽ കവയ്ക്കാതെ സൂക്ഷിക്കണമെന്ന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ബസ്സിലാണോ വന്ന്? പോലീസുകാരിലും പോവാലോ. ഇദ്ദേഹം ആരാണ്? ഭർത്താവായിരുന്നു. ഇപ്പോഴും അതെ, ഭർത്താവാ. പോലീസിൽ ചേർക്കായിരുന്നു. ഇവള് സമ്മതിക്കാത്തോണ്ടാന്നേ, ചിഞ്ചു സമ്മതിക്കാത്തോണ്ടാന്നേ. നിങ്ങളല്ല, ഇദ്ദേഹം. ചായ വേണ്ട, കഴിച്ചായിരുന്നു. കഴിച്ചാ? സാറ് കഴിച്ചായിരുന്നു? അല്ല ഞാൻ പിന്നെ സാറിനൊക്കെ അവിടെ താഴെയാണ് താമസം റെഡിയാക്കിയിരിക്കുന്നത്. താഴെ ഒരു വീടുണ്ട്. നമുക്കൊക്കെ അവിടെയാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. അല്ല സാർ, ലേഡീസ് ഒക്കെ ഇവിടെ താമസിച്ചോട്ടെ. നിങ്ങളൊക്കെ അവിടെ, ലേഡീസ് ഒക്കെ ഇവിടെ. അതെന്താ? സൂച്ചിലൊന്നും പാമ്പ് കടിച്ച് ചാവാനായിരിക്കും വിധി. ചാവി എന്തെങ്കിലും ചോദിച്ചപ്പോഴാണ്. ഇന്ന സാർ ചാവി. പിന്നെ ഭക്ഷണം ഇവിടെ ആയിരിക്കും അല്ലേ? അല്ലല്ല, തൊട്ട് താഴെ ഒരു ചായക്കുണ്ട്, അവിടെ നിന്ന് ചോദിച്ചാൽ മതി, എല്ലാം കിട്ടും. ഞാൻ ലഗേജ് എടുത്തു വെക്ക. ശരി സാർ. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ സാർ, അത് മതി. ഒന്നും കൊണ്ടും പേടി. ഇവരെ എന്തെങ്കിലും ചെയ്യും, അല്ല ഞാൻ ഇപ്പൊ പറയണേ. പാചകത്തിന് സിറ്റിയിൽ നാളെ ഇറക്കാന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച പിടിയാലേ അങ്ങ് പറയലായിരുന്നു. പിന്നെ സാറേ, അല്ല പിന്നെ സാറേ 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 ദേതടാ ഈ മലയണ്ണൻ? മലയാളാനാ? ഞാനൊരു ചായക്കടക്കാരൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? പത്രോസ് എന്നാ പേര്. ആളാ ഇത്. ഭക്ഷണം കൊണ്ട് വന്നാ. പത്രോസ് വിളിക്കും. പത്രോസ് ഒന്നും വിളിച്ചില്ലെങ്കിലോ? പുളി വിളി കേൾക്കൂല. പിന്നെ ഇവിടെ പത്രോസേ, ഓ ചില കാര്യങ്ങൾക്കായി ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. സാറേ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് 2-3 നേരത്തെ ഭക്ഷണം വേണ്ടി വരും. സാറേ ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്.
വായി വെച്ച് കഴിക്കാൻ കൊള്ളാവുന്നതാണോ? നീ കഴിച്ചു നോക്ക്. ഉം. എന്റെ ദൈവമേ, പത്രോസിന്റെ ഉണ്ടമ്പൂര് തിന്നിട്ടുണ്ടോ? എന്ത് രുചിയാന്നറിയാമോ? പത്രോസിന്റെ ഉണ്ടമ്പര് നീ തന്നെ അങ്ങ് തിന്നാ മതി. ഏ? പത്രോസിന്റെ വീട് എവിടാ? ഞാനിവിടെ തരണല്ലേ സാറേ. ഓ, എൻ്റെ വീട് ഒരു ഉൾപ്പെടലിൽ ഒലിച്ചുപോയി. അതിൻ്റെ കൂടെ അമ്മയും പെങ്ങളൊക്കെ പോയി. അച്ഛൻ നേരത്തെ മരിച്ചു പോയതാ. ഇപ്പൊ ഞാൻ തനിച്ചാണ്. ഇപ്പൊ ഞാനിവിടെ വന്ന് എല്ലാ ചില്ലറ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുക. സാറേ അതോടെ ഇരിക്കട്ടെ, കടയിലെ ആളില്ല. കടയിലെ ആളില്ലെങ്കിൽ എന്തിനാ പോണേ? ഇവിടെ നിക്കുന്നേ. ആ ഹലോ, അവലോസ് ഉണ്ടാ? അവലോ സാധനം വല്ലതും കിട്ടുമോ? സാർ ഉദ്ദേശിച്ച സ്മോളാണ് സാറേ. അതിന് ടൗണിൽ പോണം സാറേ. അതല്ലടാ, ചാത്തനായാലും മതി. ചാത്തൻ കിട്ടോ? ഞാൻ നോക്കട്ടെ സാറേ. ആ മതി മതി. അയ്യോ, ചിഞ്ചു അന്വേഷിക്കും. ഞാനങ്ങ് ചെല്ലട്ടെ. ഇനി മുടുക്കത്തിന് പിടിച്ച് കറക്കുമല്ലോ. എന്നാ പിന്നെ കഴിച്ചാലോ സാറേ? എണീറ്റ് വാ. ആ, ഇവളുമാരെന്നാ നേരത്തെ എഴുന്നേറ്റോ? വെറുതെ ഫോണിൽ വിളിച്ച് ചീത്തവിളിയും ഭീഷണിപ്പെടുത്തലും വന്നേ. പിന്നെ നിങ്ങളൊക്കെ ഉള്ള ധൈര്യത്തില് ഇന്നലെ ഞാൻ സുഖമായിട്ട് കിടന്നു ഉറങ്ങി. പക്ഷെ ഞാനൊട്ടും ഉറങ്ങിയില്ല. ആനാ പറ്റിയേ? റൂമിന് പുറകെ ആരാ നടക്കുന്ന പോലെ തോന്നിയായിരുന്നു. ഞാനാന്ന് മനസ്സിലായോ? ആരാന്ന് മനസ്സിലായോ? ചേട്ടനെന്താ ജോലി? എനിക്ക് ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ചിഞ്ചു പറഞ്ഞേക്കണത് പുറത്തിറങ്ങരുന്നാ പറഞ്ഞേക്കണത്. ഇങ്ങനൊരു ഭാര്യ കിട്ടിയത് ചേട്ടന്റെ ഭാഗ്യം. പിന്നെ മറ്റേ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഞാനൊരു വര അങ്ങ് വരച്ച് ഞാൻ അപ്പുറത്തേക്ക് പോവില്ല ചിഞ്ചു. ദീപോ, ആ ചിഞ്ചു, ചായ ഞാൻ അങ്ങോട്ട് ഇടാം. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതാവുമ്പോ രണ്ട് കാര്യം കൂടെ ഒന്നിച്ച് പറയാം. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇന്നലെ ഉണ്ടായിരുന്നു അമ്മേനെയും പെങ്ങളും തിരിച്ചറിയാത്ത ചില നാറികളുടെ ഫോൺ കോള്. ചേറ്റകള് അവൻ്റെ ഒക്കെ കളി ചിഞ്ചിറാണിയുടെ അടുത്താ. മേഡം ആ നമ്പർ ഒന്ന് തരുമോ? മേഡത്തിനൊരു മകനുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇതുവരെ കണ്ടില്ല. അവൻ തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും, അങ്ങനെയാ. നമസ്കാരം. നമസ്കാരം. ഇവിടെ അടുത്തൊരിടം വരെ വന്നാ അപ്പഴാ അറിഞ്ഞ ചിഞ്ചുറാണിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ആരോ ഇവിടെ വന്നെന്ന്. എന്റെ ഇടവക ആയതുകൊണ്ടൊന്ന് ഇടപെടാന്ന് കരുതി വന്നാ. ഓ, ഒന്ന് പരിചയപ്പെട്ടു പോവാം. എന്താ പേര്? ചന്ദ്രൻ നായർ. ഓ, ചന്ദ്രൻ ഒറ്റയ്ക്കുള്ളൂ? അല്ല, ഒരാളുടെ ഉണ്ട്, ഭരതൻ. ഈശോ വിഷയക്ക് സ്ഥിതിയായിരിക്കട്ടെ ഭരത. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ചോ. എന്നാ ഇരുന്നാട്ടെ. ആ കസേര എന്നാ ഒന്ന് ഇരുന്നാക്കാം. ഒരു കസേര ഉള്ളോ ഈ വീട്ടില്? ഇങ്ങോട്ടിട്ടു. അച്ഛൻ ഇരിക്കാൻ ഒരെണ്ണം പോരെ? ആ, ഇനിയും വേണം. ഒടിയോടാവൂ. ആലോചിച്ചിട്ട് കൂടിപ്പോയേ. ഓരോരുത്തരുണ്ടാക്കുന്ന പ്രശ്നത്തില് കഷ്ടപ്പെടുന്നത് നിങ്ങളെപ്പോലത്തുള്ളവരാ അല്ലേ? അല്ലെ ആ പെണ്ണിന് വല്ല ആവശ്യമുണ്ടോ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ആർക്കാനായിട്ട്? ലക്ഷ്മണൻ അല്ലേ? അല്ല, ഭരതൻ. ഓ, ലക്ഷ്മണൻ മഹാഭാരതത്തിലാണല്ലോ. ലക്ഷ്മണൻ രാമായണത്തിലാച്ചോ. ഈ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് തന്നെ. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ മറിയം. സാറിന് മുട്ട വേണോ? രണ്ടെണ്ണം വാങ്ങിച്ചോ വെറുതാ? വാങ്ങിച്ച് പുഴുങ്ങി വെച്ചാലോ? വൈകിട്ട് വൈകിട്ട് കവട്ടയുടെ കൂടെ ചാമ്പ. അതെ, ചാമ്പിക്കോ. മുട്ടയ്ക്ക് എന്നാ വില? ഒരെണ്ണത്തിന് 6 രൂപ. ഒരെണ്ണത്തിന് 6 രൂപ? ആ 60. 6 36 16 60. അപ്പൊ 10 മുട്ടയ്ക്ക് 60 രൂപയോ? ആ എടുത്തു സാറേ. പൈസ പിന്നെ തന്നാ മതി. മതി ആ സാറേ. മതിയെന്ന്. എന്നാ എടുത്തോട്ടെ. എടുത്തോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് മുട്ട ഇടണം കേട്ടോ. മുട്ട കൊണ്ട് തരണമെന്ന്. മുഴുത്ത മുട്ടയാണല്ലോ. ആള് ചില പെശകായിരുന്നു. ഞാനൊന്ന് ഉപദേശിച്ചു. ഇപ്പൊ കർത്താവ് അവളെ നേരാമെന്നോ. അച്ഛൻ ഉപദേശിക്കണ്ടായിരുന്നു. ഇതിനാണോ മുട്ട മേടിച്ചേ? ആ